അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BA അഫ്ദലുൽ ഉലമയുടെ 6ാം സെമസ്റ്റർ വിഭാഗക്കാരുടെ മോഡേൺ പ്രോസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, മാർച്ച് 2023 നടന്ന പരീക്ഷയുടെ മോഡേൺ പ്രോസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ എത്രാമത്തെ പേജിലാണ് ആ വിഷയം പരാമർശിക്കുന്നത് എന്നുകൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ ഇൻഷാ അല്ലാഹ്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ കഴിവിൻ്റെ പരിധി അനുസരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചാനലിലെല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പലരും വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ അത് നമുക്കൊരു സപ്പോർട്ട് കൂടിയാണല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിതിലുള്ള ഓരോ വിഷയങ്ങളും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമായി കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത് ലികുല്ലി ലുഗത്തിൻ ജാനിബാനി മാഹുമാ. എല്ലാ ഭാഷകൾക്കും 2 ഭാഗമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അവ ഏതൊക്കെയാണ് എന്നാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ 58, 59 പേജുകൾ നോക്കിയാൽ ഇത് രണ്ടിലുമായിട്ട് കുറച്ച് ഒരു പാരഗ്രാഫ് പോലെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആക്കിയിട്ടാണ് ഞാനിവിടെ ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്കിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അതിന് പാരഗ്രാഫ് ചോദ്യമായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇതിൽ വരുന്ന 2 ജാനിബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒന്ന് കണ്ടല്ലോ, അൽ ജാനിബുൽ ഖായിദി. അതിൽ ഒന്നാമത്തേത് എന്താണ്? ജാനിബുൽ ഖായിദി എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അഥവാ ഖായിദ എന്ന് പറഞ്ഞാൽ നിയമം എന്നർത്ഥം. അപ്പോൾ ഏതോ ഭാഷക്കും നിയമപരമായിട്ട് ഒരു ഭാഷ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷാണ് സങ്കല്പിച്ചോളി. ഇംഗ്ലീഷിന് ഗ്രാമാറ്റിക്കൽ റൂൾസ് ആയിട്ടൊരു ഭാഗം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഖായിദ പരമായിട്ടുള്ള ഭാഗം. അതാണ് ഇവിടെ പറയുന്നത്. വാദ യുമസിലു അൻ നഹ്വു വസ്സർഫു. അത് പ്രതിനിധീകരിക്കുന്നത് നഹ്വിനെയും സർഫിനെയുമാണ്. നഹ്വു എന്ന് പറഞ്ഞാൽ അതാണ് ഗ്രാമാറ്റിക്കൽ റൂൾസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏത് ഭാഷയിലും അതുണ്ടാവും. ഉറുദു ആണെങ്കിൽ ഉറുദുവിന് അതിൻ്റേതായ കുറേ കായികകളുണ്ടാവും. അറബി ആണെങ്കിൽ അറബിൽ നഹ്വും സർഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഭാഗം, അൽ ജാനിബുൽ ഖായിദി. രണ്ടാമത്തെ ഭാഗമാണ് അൽ ജാനിബുൽ ദലാലി. ദലാലത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാക്കിൻ്റെ ആശയത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. അപ്പോൾ വഹാദ യുമസിലു മാനൽ കെലിമത്തി മിനൽ ഹഖീഖത്തി വൽ മജാസി വൈരിഹിമ. ഈ പറയുന്ന പാർട്ടൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കട്ടോ. ഞാനത് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി മാത്രമാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വഹാദ യുമസിലു മാനൽ കെലിമത്തി എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് നിർത്താവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ ഒരു കെലിമത്തിൻ്റെ അർത്ഥത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കെലിമത്ത് ഹഖീഖത്താണോ മജാസാണോ അതുപോലെയുള്ള അങ്ങനെ അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം അത് വേറെയുണ്ട്. അപ്പോൾ ഇത് മറ്റു ഭാഷകളിലുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ മെറ്റാഫോർ എന്നൊക്കെ പറയുന്ന സിമിലി എന്നൊക്കെ പറയുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അത് അതിൻ്റെ അർത്ഥം മീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭാഗമാണ്. അങ്ങനെ ഏത് ഭാഷക്കും അതിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഭാഗം ഉണ്ടാവും. അതോടൊപ്പം ഗ്രാമാറ്റിക്കൽ റൂൾസുകളുമായി ബന്ധപ്പെട്ടൊരു പാർട്ടും ഉണ്ടാവും. അതാണ് ലിക്കുല്ലി ലുഗത്തിൻ ജാനിബാനി എന്ന് പറഞ്ഞത്. ആ ഭാഗം നിങ്ങൾക്ക് 58, 59 പേജുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വന്നിട്ടുള്ളത് നോക്കൂ. അനാസുറുൽ അദബി എന്നുള്ള നോക്കൂ. മാഹിയ അനാസുറുൽ അദബി. ഈ സാഹിത്യത്തിൻ്റെ വിവിധ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. സാഹിത്യത്തിൻ്റെ വിവിധ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അതിൽ അനാസുറുൽ അദബി അർബഅത്തുൻ എന്ന് കാണാം. ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ 22 നോക്കിയാൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ പറയുന്നുണ്ട് അനാസുറുൽ അദബി അർബഅത്തുൻ. അദബിൻ്റെ സാഹിത്യത്തിൻ്റെ ഘടകങ്ങൾ 4 അതും ഇതിൽ വിശാലമായിട്ടുള്ളത്. നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രം കുറിച്ചെടുത്താന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഫിക്രയാണ്. ഫിക്ര എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ. നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്നൊരു ഐഡിയ. ഏത് സാഹിത്യമാണെങ്കിലും
കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, ഏതാണെങ്കിലും അതിൽ നമുക്ക് ആദ്യം ഒരു ആശയം ഉണ്ടാവും, ഒരു കണ്ടൻറ്റ്. നമ്മൾ കുറേ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന സംഗതിയായിരിക്കും ഫിക്ര. അതാണ് ഫിക്ര എന്നാണ് ഐഡിയ. മറ്റൊന്ന് ആത്തിഫത്താണ്. അത് ഒരു സാഹിത്യത്തിൻ്റെ അനിവാര്യമായിട്ടും വേണ്ട മറ്റൊരു സംഗതിയാണ് ഇമോഷൻ. അല്ല, ചില സംഗതികൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ അത് ഇമോഷണലി ഫീലിംഗ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇമോഷൻ ഉണ്ടാകും. അതുപോലെ നമ്മൾ ഇതേ പുസ്തകത്തിൽ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, സുനായത്തുൽ മൗത്തി ഫി സൂറിയ എന്നൊക്കെ പറയുന്ന, അതൊക്കെ വളരെ ഇമോഷണലായിട്ടുള്ള എന്താണ്. അപ്പോൾ ഏതൊരു സാഹിത്യ ശൈലിക്കും എന്ത് വേണം, ഇമോഷൻ വേണം. അതിനാണ് എന്ത് പറയുന്നത്, ആത്തിഫത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് വേറെ ക്വസ്റ്റ്യനായിട്ട് തന്നെ ആത്തിഫത്തിനെ കുറിച്ച് വരുന്നുണ്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ഈ മറ്റൊന്നാണ് ഖയാൽ എന്ന് പറഞ്ഞാൽ ഭാവന. കവികൾക്കും നോവലിസ്റ്റിനൊക്കെ വേണ്ട ഒരു സംഗതിയാണ് ഭാവന ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സുന്ദരമായിട്ട് അവരുടെ ഈ സാഹിത്യ കൃതി എന്താക്കാൻ പറ്റുള്ളൂ, രചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു സംഗതിയാണ് എല്ലാ സാഹിത്യകാരന്മാർക്കും വേണ്ട ഒരു ഘടകമാണ്. മറ്റൊന്ന് താബീറിനാണ് നമ്മൾ അവതരണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പറയുന്ന സംഗതി എല്ലാം ഉണ്ടാക്കി ഒരു കവറിലാക്കി വെച്ചാൽ അത് ഓട്ടോമാറ്റിക് എന്താവില്ല, കവിതയോ അല്ലെങ്കിൽ കഥയോ നോവലോ ഒന്നും ആയി മാറൂല. പിന്നെ എന്ത് ചെയ്യണം, അത് നല്ല രൂപത്തിൽ അവതരിപ്പിക്കും വേണം. അപ്പോൾ ഇങ്ങനെ 4 ഘടകങ്ങൾ കൂടി ചേർന്നതാണ് ഒരു സാഹിത്യം. അപ്പോൾ ഏത് സാഹിത്യമാണെങ്കിലും ഈ 4 ഘടകങ്ങൾ അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കൈഫ യഷ്റഹു അലി അത്തൻതാവി അൽ ഇൽമ വൽ ഫന്ന വൽ ജമാല. ഇൽമ്, ഫന്ന്, ജമാൽ ഇവയെക്കുറിച്ച് അലി അത്തൻതാവി എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമ്മളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ അലി അത്തൻതാവി ആണ് വിഷയങ്ങളൊക്കെ പറയുന്നത്. ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ് ഇവിടുത്തെ ചോദ്യം. അത് പേജ് നമ്പർ 8 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇൽമു എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത്, ഇൽമു എന്ന് പറഞ്ഞാൽ ഷറഹ അലി അത്തൻതാവി. ഇതിലിപ്പോൾ നമ്മൾ ചോദ്യത്തിലുള്ള ഭാഗം ഒന്ന് എടുത്ത് എഴുതിയാൽ നന്നാവും കേട്ടോ. ഒന്നുകൂടി പരിഗണിക്കും. ഇപ്പോൾ ചോദ്യത്തിൽ ചോദിക്കുന്നതിന് എങ്ങനെയാണ് വിശദീകരിച്ചതെന്നാണല്ലോ. അപ്പോൾ ഷറഹ അലി അത്തൻതാവി അൽ ഇൽമ എന്ന് കൊടുത്തിട്ട് ബാക്കി എഴുതാം. അപ്പോൾ എന്തുണ്ടാവും, ഒന്നുകൂടി ഇത് കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ അദ്ദേഹം ഇൽമിനെ വിശദീകരിച്ച് എങ്ങനെയാണ്, ഹുവ മാ യൂസിലു ഇലൽ ഹഖി മിൻ മആരിഫിൽ ബശരി. മനുഷ്യൻ്റെ ഹ്യൂമൻ നോളജിൽ നിന്ന് ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്നത് എന്താണോ ആ എത്തിച്ചേർക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഇൽമു എന്ന് പറയുന്നത്. അപ്പോൾ ഇൽമിലൂടെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും വസ്തുതകളായിരിക്കും, സത്യസന്ധമായിട്ടുള്ള വസ്തുതകളായിരിക്കും. അതുപോലെ ഫന്ന് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, കല. ഈ കല എന്ന് പറഞ്ഞാൽ എന്താ, മാ യുരീദുൽ ബഷറു ബിഹി അൽ ജമാലു. അതുകൊണ്ട് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ജമാലിനെയാണ്, സൗന്ദര്യം. അപ്പോൾ കലകൾ പലപ്പോഴും ചെയ്യുന്ന റൂട്ട് അല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാക്കുക. സൗന്ദര്യാത്മകമായി മാറുമ്പോഴാണ് നമുക്ക് വായനക്കാരുടെ മനസ്സിലൊക്കെ അത് വലിയ സ്വാധീനം ഇടവൊക്കെ പിടിക്കുക. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ജമാലിനെയും ഫന്നിനെയും അതുപോലെ തന്നെ ഇൽമിനെയൊക്കെ വിശദീകരിച്ചത്. അൽ ഫന്നു ഹുവ മാ യുരീദു ബിഹി അൽ ബശറു ബിഹി അൽ ജമാല. അപ്പോൾ അത് രണ്ടും ഈ ഭാഗം ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നിങ്ങൾ ഇത്ര വരെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇൽമു ഗായത്തുഹു അൽ ഹഖീഖത്ത്. അപ്പോൾ ഇൽമു കൊണ്ട് നമുക്ക് കിട്ടൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റം, അതിൻ്റെ അവസാനമായി നമുക്ക് കിട്ടുന്നത് ഹഖീഖത്തായിരിക്കും, അഥവാ ഒരു വസ്തുതയായിരിക്കും. ഫന്ന് കൊണ്ട് കിട്ടുന്ന എപ്പോഴും സൗന്ദര്യവുമായിരിക്കും. രണ്ടും വേണം, കലയും വേണം, അറിവും വേണം. രണ്ടും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇങ്ങനെയാണ് അലി അത്തൻതാവി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ പോകുന്നത് കണ്ടല്ലോ, ഉദ്കുർ ഇസ്നൈനി മിൻ ഖസാഇസുൽ ഉസ്ലൂബിൽ അദബി പറയുന്ന കേട്ടോ. ഇത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഈ ശൈലികളെ സംബന്ധിച്ച്, സാഹിത്യ ശൈലികളെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തായിരുന്നു അവിടെ വിശദീകരിച്ചിരുന്നു. അത് എല്ലാം വരുന്നത് 38ാമത്തെ പേജിലാണ്. അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിളായ 2എണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ പറഞ്ഞത് തന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ ഏറ്റവും എന്ത് ചെയ്യുക, 2 ഉസ്ലൂബുൽ ഖസായിസുൽ ഉസ്ലൂബുൽ അദബി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ സിമ്പിളായ 2എണ്ണം നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തേത്, ഈ സാഹിത്യ ശൈലികൾ ലക്ഷ്യമാക്കുന്നത് യഹ്ദിഫു ഇലൽ മുതഅത്തിൽ ജമാലിയ, ഒരു സൗന്ദര്യമായ രൂപത്തിലുള്ള ഒരു ആസ്വാദനം, അതിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. ശൈലികളെല്ലാം അങ്ങനെയാണല്ലോ, നമ്മൾ വായനക്കാരിൽ ആസ്വാദനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും എന്താവുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്തെറ്റിക് പ്ലഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. മറ്റൊന്നെന്താണ്, ഹുവ ഗനിയും ബി സുവരിൽ ഖയാലിയ,
നമ്മൾ എന്താണ് ഇമേജിനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നതാണ്. ഖനിയ്യ് എന്ന വാക്കിൻ്റെ അർത്ഥം സമൃദ്ധമാണ്, റിച്ചാണ് എന്നൊക്കെ അർത്ഥം. ഹുവ ഖനിയ്യുൻ എന്ന് വെച്ചാൽ ഈ ഖസായിസ് ഉസ്ലൂബുൽ അദബി എപ്പോഴും എന്തായിരിക്കും, ധാരാളം ഭാവനാത്മകമായ ചിത്രങ്ങൾ കൊണ്ട് എന്തായിരിക്കും, നിറഞ്ഞതായിരിക്കും. അപ്പോൾ അതും ഒരു സാഹിത്യ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. വേറെയും കുറേ പ്രത്യേകതകൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. നമ്മൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവട്ടോ, അതിന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസോ മറ്റൊക്കെ അതിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ ഒരു എസ് എ ആയിട്ടോ മറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് അതിന് 2 മാത്രം എടുത്ത് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കൂ, പിന്നെ എന്താണ് ഉണ്ടല്ലോ, വൈഹക് മാ യുബിക്കിക് അവളനന്ത അന്നനി ജിഅ്തു ലിതഖരീഇക വതഅനീബിക ബയ്യന സിയാക്ക. അതായത് ഇതിപ്പോൾ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ട് അതിൻ്റെ പിന്നെ സിറ്റുവേഷൻ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ ഈ ഇംഗ്ലീഷ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നാടകങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്ലേ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ അനോട്ടേഷൻ ഉണ്ടാവുമല്ലോ. ഈ അനോട്ടേഷൻ്റെ അതേ സംഗതിക്കാണ് നമ്മൾ സിയാക്ക് എന്ന് പറയുന്നത് കേട്ടോ, ബയ്യന സിയാക്ക്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, നമ്മൾ പറയും അത് ഇന്നാലിന ചാപ്റ്ററിൽ നിന്നാണ്. ചിലപ്പോൾ പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഇന്നാലിന നാടകത്തിൽ നിന്നാണ്. അതിൽ ഇന്നാലിന്നയാളോട് ഇന്നാലിന്ന സമയത്ത് പറഞ്ഞതാണ് ഈ വാക്കുകൾ എന്ന് പറയൂലേ. അപ്പോൾ അതേ സംഗതി തന്നെയാണ് നമ്മൾ സിയാക്ക് ചോദിച്ചാലും അറബിയിൽ എഴുതേണ്ടത്. അത് ഇന്നാലിന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇന്നാലിന്നയാൾ ഇന്നാലിന്നയാളോട് ഇന്നാലിന്ന സന്ദർഭത്തിൽ പറഞ്ഞു. അപ്പോൾ അതുപോലെ വന്നൊരു വാക്കാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി എടുത്തിട്ടില്ലാത്തൊരു ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അബു ഹനീഫ ഇമാമിൻ്റെ ജാറുമായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുള്ളത് എന്താണ്. ഓക്കെ, ഇവിടെ കാണാൻ വഹാദിഹിൽ മഖൂലത്തു മിൻ ദർസി ജാരി അബി ഹനീഫ. ജാറു അബു ഹനീഫ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ വാക്കുകൾ. അപ്പോൾ ഇതൊന്ന് കൊടുക്കട്ടെ, ജസ്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയാണെങ്കിൽ. ആദിഹിൽ മഖൂലത്തു മിൻ ദർസി ജാരി അബി ഹനീഫ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതാനും താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വളരെ ഷോർട്ടാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഷോർട്ടാക്കിയിട്ട് എഴുതും ചെയ്യുക. എപ്പോഴാണിത് പറഞ്ഞത്? ഇന്ദമാ കാലൽ ഇമാമു, ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞപ്പോൾ ലിജാരി തൻ്റെ അയൽവാസിയോട്, ആസിം എന്ന പേരുള്ള അയൽവാസിയോട്, കൈഫ യക്കൂനു ഇദാ കുന്ത തഷ്റബു അൽ ഖംറ ഹീനമാ തുറത്തിലു ആയാത്തില്ലായി തആല. ആ കഥയിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അബു ഹനീഫ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് തൻ്റെ തെറ്റുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത്, ഞാൻ മുമ്പ് ഒരല്പം കുടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അബു ഹനീഫാമ് പ്രത്യേകിച്ചൊരു കുസലും ഇല്ലാതെ എന്ത് ചെയ്തു, അതെനിക്കറിയാം എന്നുള്ള രൂപത്തിൽ അവരെ സമാശ്വസിപ്പിക്കുകയാണ്. അതായത് ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അബു ഹനീഫാമ് ചെയ്യുന്നത്. അപ്പോൾ അബു ഹനീഫാമ് പറഞ്ഞു, എന്നാലും നീ എന്താകുന്നില്ലല്ലോ, വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് കള്ളുടിക്കുന്നില്ലല്ലോ. ആ കഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒന്നും എന്ത് ചെയ്യും, വിശുദ്ധ ഖുർആൻ നല്ല ഈണത്തിൽ പാരായണം ചെയ്യുമായിരുന്നു. അപ്പോൾ അത് മുടങ്ങിയതിൻ്റെ പേരിൽ ആണ് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്തോ മറ്റോ ആണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് വല്ലാതെ അയാളെ ബാധിച്ചു. അപ്പോൾ അയാൾ ഒരുപാട് കരഞ്ഞു എന്നാണ്. അപ്പോൾ ഈ കരഞ്ഞ സന്ദർഭത്തിൽ ആണ് അബു ഹനീഫ ഇമാമ് ഈ ആസിം എന്ന് പറയുന്ന അയൽവാസിയോട് പറയുന്നത്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്തിനു വേണ്ടിയല്ല, നിങ്ങളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, മറിച്ച് ഇത്രയും കാലം ഞാൻ എന്തായിരുന്നു, നിങ്ങളുടെ ഖിറാഅത്ത് കേട്ടിരുന്നു, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് കേൾക്കുന്നില്ല, അവങ്ങളെപ്പറ്റി അറിയാനും അന്വേഷിക്കാനും വേണ്ടി വന്നതാണ് എന്നാണ് അബു ഹനീഫാം പറഞ്ഞത്. ആ വാക്കാണ് നമ്മളെ ക്വസ്റ്റ്യൻ വേർഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. വൈഹക്, അത് അറബികൾ ഉപയോഗിക്കുന്ന ഉപയോഗമാണ്, എൻ്റെ നാശമേ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന. ശേഷം പറയുന്നതാണ് എന്ത്, ഞാൻ ഇവിടെ വന്നത് എന്തല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറയാനോ ഒന്നുമല്ല വന്നിട്ടുള്ളത് എന്ന ആ വരിയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡിൽ അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, വൈഹക് മാ യുബിക്കിക്ക്, നിന്നെ കരയിപ്പിക്കുന്ന കാര്യം എന്താണ്, അവളനന്ത നീ ചിന്തിക്കുന്നുണ്ടോ, അന്നനീ ജിഅ്തു ലിതഖരീക, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന്, തഅനീബിക, നിന്നെ ചീത്ത പറയാൻ വേണ്ടി വന്നതാണെന്ന്, അങ്ങനെയല്ല. അപ്പോൾ ഇതാണ് ആര് പറയുന്നത്, പിന്നെ ഇവർ അബു ഹനീഫ ഇമാം പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഉത്തരം എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം, വഹാദിഹിൽ മഖൂലത്തു, ഈ വേർഡ് മിൻ ദർസി ജാരി അബി ഹനീഫ, ജാറു അബു ഹനീഫ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. എപ്പോഴാണിത് പറഞ്ഞത്? ഇന്ദമാ ഖാലൽ ഇമാമു, അബു ഹനീഫ ഇമാം പറഞ്ഞപ്പോൾ ജാരിഹി തൻ്റെ അയൽവാസിയോട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ എന്തായി,
നമ്മളെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട് കഴിഞ്ഞിട്ടോ നമ്മൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു എന്നല്ലോ പറഞ്ഞത്, ഇമാമാണ് പറഞ്ഞത്. ആരോട് പറഞ്ഞു പറഞ്ഞല്ലോ, അതാണ് ഇവിടെ ലി ജാരിഹി ആസി എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു ഭാഗമാണ് എന്ത്, ഏത് ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞല്ലോ ആ ഭാഗം അതിൽ വന്നു കഴിഞ്ഞു. ഇനി ഒറ്റ നൂണിയും ബാക്കിയുള്ള എന്ത്, ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, അതാണ് അപ്പുറത്ത് പറയുന്നത്. എന്ത് പിന്നെ ഈ കാര്യം പറഞ്ഞത് എപ്പോഴാണ്, കൈഫ യക്കൂനു ഇദാ കുന്ത തഷ്റബുൽ ഖംറ ഹീനമാ തുറത്തിലു ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതുന്ന സമയത്ത് ഈ കള്ളു കുടിക്കുന്നുണ്ടായിരുന്ന അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്ക് എന്ന് മാനവർകൾ പറഞ്ഞപ്പോഴാണ് ഫബക്ക അൽ ജാറു, ഈ അയൽവാസിയായ ആസിം കരഞ്ഞു. ഫസഅലൽ ഇമാമു ലഹു കദാലിക്ക, അപ്പോഴാണ് ഇമാം എന്തായത് ഈ കാര്യം ചോദിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ അങ്ങനെ പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ നാലാമത്തെ ഭാഗമായിട്ടുള്ള സന്ദർഭം പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായി, ഉത്തരം എന്തായി പൂർണ്ണമായി. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നത് മാ ഹുവ തരീഫുൽ അദബി ഫിൽ അസുരിൽ ആദുരി, ഈ ആധുനികമായ കാലഘട്ടത്തിൽ അദബിൻ്റെ താരീഫ് എന്താണ് എന്ന് വെച്ചാൽ, ഈ സാഹിത്യം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അദബ് എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന് വ്യത്യസ്തമായ നിർവചനം ഉണ്ടായിരുന്നു ഓരോ കാലഘട്ടത്തിലും. പേജ് നമ്പർ 21 ഈ ഡിസ്കഷൻ ഉള്ളത് കേട്ടോ, നിങ്ങളവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിൽ പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ താരീഫ് ഉണ്ടായിരുന്നു. പിന്നെ ആ താരീഫല്ല ഏത് കാലത്തുള്ളത്, ഏതൊരു കാര്യത്തിനും ഇങ്ങനെ പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ കാലം കഴിയുമ്പോൾ. പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദബിൻ്റെ ശൈലിയും അർത്ഥമൊക്കെ വ്യാപ്തിയൊക്കെ മാറി. അതൊന്നും കൂടി മാറ്റം വന്നു ഉമവിയ്യ അബ്ബാസി കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ എന്താണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, അതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അൽ കലാമുൽ ഇൻഷാഇയ്യു അൽ ബലീഗു അല്ലദി യുഖ്സദു ബിഹി അത്തഅ്സീറു ഫി അവാത്തിഫി അൽ ഖുറാഇ വസ്സാമിഈൻ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ സാഹിത്യത്തിൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അൽ കലാമുൽ ഇൻഷാഇയുൽ ബലീഗു, നല്ല ക്രിയേറ്റീവായൊരു വേർഡാണ്. അതുപോലെ നല്ല എലോക്വൻ്റ് ആയിട്ടുള്ള സാഹിത്യ സമ്പുഷ്ടമായ ഒരു വേർഡാണ്. അല്ലദി യുഖ്സദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംസാരമാണ് കേട്ടോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഅ്സീറു ഫി അവാത്തിഫിൻ ഖുറാഇ, വായനക്കാരുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. വസ്സാമിഈന, ഓഡിയൻസിൻ്റെയും. അപ്പം അങ്ങനെയുള്ള വായനക്കാരുടെയും ഓഡിയൻസിൻ്റെയൊക്കെ ഇമോഷനുകളെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയുള്ള സാഹിത്യ സമ്പുഷ്ടമായ വളരെ എലോക്വൻ്റ് ആയിട്ടുള്ള പിന്നെ വേർഡുകൾക്കാണ്, സംസാരത്തിനാണ്, കലാമിനാണ് നമ്മൾ സാഹിത്യം അല്ലെങ്കിൽ എന്തു പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും പുതിയ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അർക്കാനു അയ്യി ഖബരിൻ സ്വഹ്ഫിയിൻ തെക്കൂനു ബി മസാബത്തി ഇജാബത്തിൻ അൻ ഖംസത്തി അസ്ഇല. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യം കൂടിയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒരു പോയിൻ്റാണ്. അതായത് ഏത് വാർത്തയാണെങ്കിലും നമ്മൾ സ്വഹീഫത്തിനെ പറ്റി, പത്രപ്രവർത്തനത്തെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഏത് പത്രവാർത്തയാണെങ്കിലും അത് 5 ചോദ്യങ്ങളുടെ ഉത്തരത്തിൻ്റെ സ്ഥാനത്തായിരിക്കും. ഏതൊക്കെയാണ് ഈ 5 ചോദ്യങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മളെ നോക്കൂ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. അർക്കാനു അയ്യി ഖബരിൻ സ്വഹ്ഫിയിൻ, പേജ് നമ്പർ 69 നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു ബാങ്ക് കവർച്ചയെ പറ്റിയാണ് നമ്മൾ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ വന്നാൽ ആ പത്ര റിപ്പോർട്ട് പൂർണ്ണമായിരിക്കും. അതേതൊക്കെയാണ്? ഒന്ന് മൻ എന്നുള്ളതാണ്, ആരാണ്, പിന്നെ ആരാണ് ഇപ്പോൾ അതിലെ പ്രതിയായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ സംഭവം നടന്നത്, ഇന്നലെ ആണെങ്കിൽ ഇന്നലെ. അതുപോലെ അയിന, എവിടെ വെച്ചിട്ടാണ്, ചേലേമ്പ്ര വെച്ചിട്ടാണോ, എന്നായിക്കോട്ടെ ചേലേമ്പ്ര. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. കൈഫ, എങ്ങനെയാണ് ഈ പറയുന്ന സംഭവം ഉണ്ടായത്, അവരെങ്ങനെയാണ് ഈ പറയുന്ന കവർച്ച അല്ലെങ്കിൽ മോഷണം നടത്തിയത്. ലിമാദ, എന്തിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. ഇങ്ങനെ തുടങ്ങിയുള്ള, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കവർച്ചയുടെ ഉദാഹരണം. ഏത് സംഭവമാണെങ്കിലും ഏത് വാർത്തയാണെങ്കിലും ഈ പറയുന്ന 5 ചോദ്യങ്ങളുടെ ഉത്തരം അതിലുണ്ടായിരിക്കണം എന്നാണ്. അപ്പോഴേ എന്തേ ഉള്ളൂ,
ആ വാർത്ത ഒരു പൂർണ്ണമാകുള്ളൂ. അതാണ് അവിടെ കൊടുത്തത്. അർക്കാനു അയ്യ ഖബറിൻ സഹീൻ, ഏതൊരു പത്രവാർത്തയുടെയും അർക്കാനുകൾ എന്ന് പറയുന്നത് തെക്കൂനു ആയിരിക്കും ഈ മസാബത്തി ഇജാബത്തി ഹംസത്തി അസീലത്തിൻ, 5 ചോദ്യങ്ങളുടെ ഉത്തരത്തിൻ്റെ സ്ഥാനത്തായിരിക്കും. വഹിയ, ഈ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മൻ, ആര്, മത്ത, എപ്പോൾ, ഐന, ഇവിടെ, കൈഫ, എങ്ങനെ, ലിമാദ, എന്തിനു വേണ്ടി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്, ഇനി ആവർത്തിക്കാനൊക്കെ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യുക, അടുത്തതിലേക്ക് പോവാം. 8 പറയുന്നത് അരിഫ് അൽ ഖിസ്സ അൽ ഖസീറ ജിദ്ദൻ. ഖിസ്സ ഖസീറ ജിദ്ദൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിറ്റിലൊരു ചാപ്റ്ററിനായി വന്നിട്ടുള്ളൊരു ഭാഗമാണ്. വെരി ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഖുസൂസ എന്നൊക്കെ നമ്മൾ പറയുന്ന വേറൊരു ഐറ്റംസ്. അതിൻ്റെ താരീഫ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 8ാമത്തേത് അത് പേജ് നമ്പർ 72 പരാമർശിക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നു, നോക്കൂ എന്താ പറയുന്നത്. ഹിയ ജിൻസുൻ അദബിയുൻ എന്നാട്ടോ, ജിൻസിയ എന്ന് വേണ്ട, ഇത് മിസ്റ്റേക്കാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, ഹിയ ജിൻസുൻ അദബിയിൻ, അതൊരു സാഹിത്യ ശൈലിയാണ്. ഹദീസുൻ, വളരെ മോഡേൺ ആയിട്ടുള്ള. എംതാസു, അത് പ്രത്യേകമാകുന്നത് ബിസർദി ഹക്കായിൻ നസ്രിയിൻ മുജസിൻ അക്സറുമിന റിവായത്തിൻ. ഇപ്പോൾ ഖിസ്സ ഖസീറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലും എന്താണ് ഒരു നരേറ്റ് ചെയ്യാണ്. നമ്മളെന്താണ് സെർദ് എന്നാൽ വിവരിക്കുക എന്നൊക്കെ അർത്ഥം. സെർദു ഹക്കായിൻ നസ്രി എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തിലുള്ള ഒരു കഥാരൂപത്തിലുള്ള ഒരു സംഗതി എന്ത് ചെയ്യുക, വിശദീകരിക്കലാണ്. നെസ്രിയന നെസർ എന്ന് ഒന്നാണ്. നെസർ എന്നാൽ പ്രോസ് എന്നൊക്കെ ആണല്ലോ. അപ്പോൾ പ്രോസിൻ്റെ ശൈലിയിൽ ഒരു സംഗതിയെ വിശദീകരിക്കലാണ്. പക്ഷേ എങ്ങനെ വിശദീകരിക്കലാണ്? മൂജസിൻ, വളരെ ഷോർട്ടായിട്ട്. അക്സറുമിൻ്റെ റിവായത്തി, നോവലിനേക്കാൾ ഷോർട്ടായിട്ട്. ഈ റിവായത്ത് എന്നാണ് പറയുക നമ്മൾ നോവലിന് അറബിയിൽ. അപ്പോൾ നോവൽ വളരെ ലോങ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊന്നും വളരെ ഷോർട്ടായ രൂപത്തിൽ, അതേ രൂപത്തിൽ കഥയുടെ ആഖ്യാന ശൈലിയിൽ, ഒരു നരേറ്റീവായ ശൈലിയിൽ തന്നെ നമ്മൾ വിവരിക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ അരിഫ് അൽ ഉസ്ലൂബ. എന്താണ് ഈ ശൈലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാഹിത്യത്തിനൊക്കെ ഓരോ പ്രത്യേകമായ ശൈലികൾ ഉണ്ടാവുമല്ലോ. ഈ ശൈലികളെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം. പേജ് നമ്പർ 34 ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ കൊടുത്ത താരിഫ് ഇങ്ങനെയാണ്. പിന്നെ എന്താണ്? അൽ ഉസ്ലൂബ് ഹുവ ത്വരീഖുൽ കിതാബത്തി ഔ ത്വരീഖുൽ ഇൻഷാഇ ഔ ത്വരീഖത്തു ഇഖ്തിയാറിൽ അൽഫാളി വ തഅലീഫിഹാ ലിത്തഅബീരി അനിൽ മആനി ഖസ്ദൽ ഇലാഹി വ തയ്സീരി. അതായത് ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ ഹുവ ത്വരീഖത്തുൽ കിതാബത്തി, ഒന്നുകിൽ ഒരു എഴുത്തിൻ്റെ ശൈലിയാണ്. ഔ ത്വരീഖത്തുൽ ഇൻഷായി, അല്ലെങ്കിൽ വല്ലതും നമ്മൾ പിന്നെ ക്രിയേറ്റീവായ സംഗതി ഉണ്ടാക്കുന്നതിൻ്റെ ശൈലിയാണ്. ഔ ത്വരീഖത്തു ഇഖ്തിയാറിൽ അൽഫാളി, അല്ലെങ്കിൽ വിവിധ ലഫ്ലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ശൈലി, അതിൻ്റെ രൂപത്തിനെ കുറിച്ച് പറയുന്നതാണ്. തഅലീഫിയ, അത് ഇങ്ങനെ എന്നിട്ട് അത് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്നതിൻ്റെയും ശൈലിയെ സംബന്ധിച്ച് പറയുന്നതാണ്. ഈ തഅബീരി അനിൽ മഅനി, വിവിധ ആശയങ്ങൾ നമ്മൾ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖസ്ദുൽ ഇലാഹി വ തയ്സീരി, അത് കൂടുതൽ വ്യക്തമാക്കാനും ആളുകൾ സ്വാധീനമുണ്ടാക്കാനും വേണ്ടി. സിമ്പിളായൊരു വിഷയം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശൈലി നമ്മളെപ്പോഴും പറയുന്നതാണെന്ത്, മലയാളത്തിലെ ബഷീരിയൻ ശൈലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആടൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൽ അദ്ദേഹം കൊടുത്ത ഓരോ തിരഞ്ഞെടുത്ത വാക്കുകൾ നമ്മളെ വായനക്കാർ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ശരിക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഈ പാത്തുമ്മയുടെ ആടിലൊക്കെ ഉള്ള ഓരോ വാക്കുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലൊരു വാക്കുണ്ട്, ഡും പാത്തുമ്മയുടെ ആട് പിറ്റു. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം എത്ര ചിന്തിച്ചിട്ട് തിരഞ്ഞെടുത്ത വാക്കുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലഫ്ലുകളെ പ്രത്യേകമായ ശൈലിയിൽ സെലക്ട് ചെയ്തിട്ട് അതിനെ എന്തെങ്കിലും കമ്പോസ് ചെയ്തിട്ട് പിന്നെ ആളുകൾക്കിടയിൽ സ്വാധീനവും വ്യക്തതയും വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഴുത്തിൻ്റെ അത് അല്ലെങ്കിൽ ഒരു സംഗതി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ശൈലിക്കാണ് ഉസ്ലൂബ് എന്ന് പറയുക. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം ഈ പറയുന്ന പേജ് നമ്പർ 34 പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാര്യം ഒന്നുകൂടെ എന്താവും വ്യക്തമാകും. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ സ്വഹീഹ് അൽ ഇബാറാത്തില്ലാത്തിയ, ഈ താഴെ കൊടുത്ത ഇബാറാത്തുകൾ ശരിപ്പെടുത്തുക. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള കുറേ സാധാരണ പത്രങ്ങളിൽ വരുന്ന മിസ്റ്റേക്കുകളും അതിൻ്റെ ശരിയായ വശവും ഒക്കെ വിശദീകരിച്ചിരുന്നു. എൻ്റെ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ലാത്തവർ
നമ്മൾ മോഡേൺ പ്രോസിൻ്റെ എല്ലാ കഴിഞ്ഞ തൊട്ട് ദിവസം മുമ്പ് നമ്മൾ മോഡേൺ പ്രോസിൻ്റെ നമ്മൾ കവർ ചെയ്ത എല്ലാ ചാപ്റ്ററിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പത്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗം എന്തായാലും കേട്ട് നോക്കണം. അതിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ നോക്കി വെച്ചാൽ എന്തായാലും ചിലപ്പോൾ അതേക്കുറിച്ചൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പിന്നെ എസ് എ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ അങ്ങനെ കൊടുത്ത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 കൊടുത്തിട്ടുണ്ട്. തെറ്റായ വശമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശരിയുടെ രൂപവും അവിടെ നമ്മൾ ഓരോന്നും അന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽപ്പെട്ടൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അർഗബു അൽ ഇൽത്തിഹാഖു ബിൽ കുല്ലിയ. ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യുന്നു, കോളേജിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ, ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷെ അറബിയിലൊരു പ്രത്യേകത നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ അവിടെ പറഞ്ഞിരുന്നു. റഗിബ ഫി എന്ന് പറയുന്നതും റഗിബ അൻ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ റഗിബ ഫി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയാനാണ് സാധാരണ റഗിബ ഫി എന്ന് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ റഗിബ അൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ തീരെ താല്പര്യമില്ല, എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അർഗബു പിന്നെ അൽ ഇൽത്തിഹാഖ് ബിൽ കുല്ലിയ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം കോളേജിൽ ചേരാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ എന്തായാലും അവിടെ ഫീ എന്ന് വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ പറയണം, അർഗബു ഫിൽ ഇൽത്തിഹാഖി ബിൽ കുല്ലിയ എന്ന് തന്നെ പറയണം. പിന്നെ ഇവിടെ ബാഗ് വരും വേണം. അത് പിന്നെ ഇവിടെ ഓൾറെഡി ശരിയായി കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ, ഈ ഇലഹിക്ക എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ബാഗ് കൊണ്ടാണ് വിട്ടെടുക്കുക. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ അവിടെ ചോദ്യമായിട്ട് വന്നിട്ടില്ല. നമ്മളിവിടെ തെറ്റായിട്ട് പറഞ്ഞ ഭാഗമുള്ളത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ എന്താവണം, എന്തായാലും ഈ റഗീബ എന്ന് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കണം, ഒരു ഫീ എന്ന് വന്നിരിക്കണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ശരിയാവുകയുള്ളൂ എന്ന് ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആയത്തദിറു അനിൽ ഹുലൂരി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന സാധാരണ നമ്മളെന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പറയുമോ ഞാൻ പങ്കെടുക്കാൻ പറ്റിയില്ല, സോറി, ഞാൻ എന്ത് ചെയ്യുന്നു, ഉതിർ ബോധിപ്പിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അവിടെ പറയേണ്ട ശൈലിയാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയേണ്ടത് എങ്ങനെയല്ല, ആയത്തദിറു അനിൽ ഹുലൂരി എന്നല്ല. കാരണം പങ്കെടുത്ത വിഷയത്തിനല്ലല്ലോ നിങ്ങൾ എന്താവുന്നത്, അന്യായം ബോധിപ്പിക്കുന്നത്, പിന്നെയോ പങ്കെടുക്കാത്തതിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അനിൽ ഹുലൂരി സാധാരണ അറബികൾ തന്നെ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ടാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അറബി പത്രങ്ങളിൽ തന്നെ വരുന്ന മിസ്റ്റേക്കുകളാണ് അതിൽ ഓരോന്നായി എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും ആയത്തദിറു അൻ അദമിൽ ഹുലൂരി എന്നാണ് പറയേണ്ടത്. കാരണം അയാൾ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, പങ്കെടുക്കാത്തതിനാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അന്യായം ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അനിൽ ഹുലൂരി എന്നല്ല കൊടുക്കേണ്ടത്, ആയത്തദിറു അൻ അദമിൽ ഹുലൂരി എന്നാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം. കുറച്ച് ഡീറ്റെയിൽ ആയി പറയാൻ കാരണം കാര്യം മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ 11 11 കൈഫ കാന അഖ്ലാഖു വാലിദി അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ വാലിദിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? ഇപ്പോൾ തൊട്ട് ദിവസം മുമ്പാണ് നമ്മൾ വിങ്സ് ഓഫ് എയറിൻ്റെ അതിൽ നിന്നൊരു എക്സെപ്റ്റ് അതിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മൾ അജ്നിഹത്തു മിനന്നാർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിശദീകരിച്ചത്. അതിലൂടെ ഇത് ഒരു പ്രത്യേകമായ ഇന്ന പേജിലുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് പല പേജുകളിലായിട്ട് അവരുടെ മഹത്വവും കാര്യമൊക്കെ അതിൽ പരന്ന് കിടക്കുന്നുണ്ട്. 152 153 പേജുകളിലൊക്കെ നോക്കിയാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഉത്തരം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് എങ്ങനെ പറയാം, വക്കാന റജുലൻ മുത്തവാലിയൻ. ഈ അബ്ദുൽ കലാമിൻ്റെ വാപ്പ അദ്ദേഹം നല്ല ഒരു തവാലുള്ള ആളായിരുന്നു എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിലും മറ്റൊക്കെ അങ്ങനെ തന്നെ. ലാ യുഹിബു തറഫ, വലിയ ആഡംബരം ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു. അതുപോലെ കരീമൻ, അദ്ദേഹം വളരെ എന്തായിരുന്നു, ജനറോസിറ്റിയുള്ള ഉദാരതയുള്ള ആളായിരുന്നു. യുത്ഇമു കസീറൻ മിനന്നാസ്, ധാരാളം ആളുകൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ചാപ്റ്ററിൽ കലാം തന്നെ പറയുന്നുണ്ടല്ലോ, എത്രയോ ആളുകൾ ദിവസവും ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു, എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ അതിന് സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ആബിദൻ മുക്കറമൻ, ആബിദാണെന്നും കാണാം. കാരണം നല്ലൊരു ആരാധനകളൊക്കെ ചെയ്യുന്ന, എന്ന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന, പള്ളിയിൽ പോകുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു എന്ന് കിട്ടും. അതുപോലെ മുക്കറമൻ, പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു അവിടുത്തെ ഉസ്താദൊക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നല്ല ആദരണീയനും കൂടിയായിരുന്നു. ഹെത്താ ബൈന അദിയാൻ ലുഹ്റായിദൻ, മറ്റു മതക്കാർക്കിടയിൽ പോലും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് പുറത്ത് കുറേ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം കാത്തിരിക്കും. അങ്ങനെ അവർ പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇയാളെന്ത് ചെയ്യും,
ഒരു വാപ്പ ആ വെള്ളത്തിൽ കൈ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വെള്ളം അവർ ഭക്തിയോടെ കൊണ്ടുപോകും, അവർ രോഗികൾക്കും മറ്റൊക്കെ കൊടുക്കും എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടിയും പല ഭാഗത്തു നിന്ന് എടുത്തിട്ട് ആണ് ഇവിടെ ഈ സംഗതി ഉത്തരമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ ചോദ്യം അത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലൊക്കെ ആക്കട്ടോ, ഒന്നും പ്രശ്നമില്ല. ഞാൻ പിന്നെ ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയ ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞതാണ്. 12ാമത്തേത് ഖാരിൻ ബൈന വലീഫത്തി നഖ്ദി വലീഫത്തി താരീഖിൽ അദബീൻ. അതായത് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്ന വിമർശനം ഉണ്ടല്ലോ, സാഹിത്യ വിമർശനം, അതിൻ്റെ ഡ്യൂട്ടിയുടെയും അതുപോലെ താരീഖുൽ അദബ് സാഹിത്യത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്രോഡീകരണം അതിൻ്റെ ഡ്യൂട്ടി, ഈ രണ്ട് ഡ്യൂട്ടിയും തമ്മിലൊന്നൊരു കമ്പാരിസൺ നടത്താനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഖാരി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ നടത്തുക എന്നാണ് കേട്ടോ. അപ്പോൾ അത് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ 10ാമത്തെ പേജിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നഖ്ദിൻ്റെ വലീഫയും പിന്നെ അതുപോലെ തന്നെ ചരിത്രമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതിൻ്റെ ഡ്യൂട്ടിയും ഒക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉത്തരം നോക്കാം. വലീഫത്തുൻ നഖ്ദി അൽ വസ്നു വത്തഖ്വീമു മാ അൻശഅ വഅബ്ദഅ അൽ അദീബു. അപ്പോൾ ഇവിടെ നഖ്ദിൻ്റെ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ, സാഹിത്യ വിമർശനങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ അൽ വസ്നു വത്തഖ്വീമു, ഇത് രണ്ടുമാണ് കേട്ടോ. അതായത് കാര്യങ്ങൾ എന്ത് ചെയ്യുക, തൂക്കി നോക്കുക എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ലേഖനം അതിനെ സംബന്ധിച്ച് അതിൽ ഒരു ക്രിട്ടിക്ക് നോക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, അതിൽ ഓരോ വാക്കുകളും എന്ത് ചെയ്യുക, അളന്ന് തൂക്കി നോക്കും. എന്ന് വെച്ചാൽ ആ വാക്കുകൾ ശരിയായിട്ടുണ്ടോ, അവിടെ അതിന് പകരം മറ്റൊരു വാക്കല്ലേ നന്നായിരുന്നത്, ഇങ്ങനെ ഇവാലുവേഷൻ ചെയ്യുക, അളന്ന് നോക്കുക. അതുപോലെ തഖ്വീമന ഇവാലുവേറ്റ് ചെയ്യുക, മൂല്യനിർണ്ണയം നടത്തുക. മാ അൻഷഅ വഅബ്ദഅ അൽ അദീബു, ഒരു സാഹിത്യകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയാവട്ടെ, കവിതയാകട്ടെ, ലേഖനമാവട്ടെ, നോവലാവട്ടെ, എന്താവട്ടെ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ്, റോളാണ് ആർക്കുള്ളത്, ക്രിട്ടിക്കുകൾക്കുള്ളത്. അപ്പോൾ വലീഫത്തു നഖ്ദി ക്രിറ്റിസിസത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. ഈ വലീഫത്തു താരീഖുൽ അദബി, ഈ താരീഖുൽ അദബിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ തൻദീമു വ തസ്നീഫു മാ കതബഹുൽ ഉദബാഉ ഹസ്ബ തർതീബി സമനിയി. അപ്പോൾ ഓരോ കാലത്തിൻ്റെ ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യുക, സാഹിത്യകാരന്മാർ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളെ അതിനെ ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, തർത്തീബാക്കുക, ഗ്രന്ഥരൂപത്തിലാക്കുക. ഇതാണ് ശരിക്കൊരു സാഹിത്യ ചരിത്രത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത പാത്തുമ്മയുടെ ആട് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ബഷീറിൻ്റെ സാഹിത്യങ്ങൾ, അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ കാലത്തും അദ്ദേഹം എഴുതിയ സാഹിത്യകൃതികളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, നമ്മളത് രേഖപ്പെടുത്തി വെക്കുന്നു. അന്നത്തെ കാലത്ത് എത്ര സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഒരു സാഹിത്യകാരൻ്റെ ചരിത്രകാരൻ്റെ റോളിൽ വരുന്നത്. അപ്പോൾ സാഹിത്യങ്ങളുടെ ചരിത്രത്തിൻ്റെ റോള് വേറെയാണ്, സാഹിത്യ വിമർശനത്തിൻ്റെ റോള് വേറെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഹസ്ബ തർത്തീബി സമനി എന്നാൽ കാലത്തിൻ്റെ ഓർഡർ അനുസരിച്ച് അങ്ങനെ ക്രോഡീകരിച്ച് വെക്കുക എന്നുള്ളതാണ് ഈ ഹിസ്റ്റോറിയൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്, മൻ ഹുവൽ ബത്തലു ഫി റിവായത്തി മൗസിമുൽ ഹിജറത്തി ഇല ഷിമാൽ വൈല ഐന സാഫറാൻ. അതായത് ഒരു അവസാന ഭാഗത്തുള്ളൊരു നോവലുണ്ടായിരുന്നു, നമ്മൾ ആ ഭാഗത്തേക്ക് ചർച്ച ചെയ്തിട്ട് എത്തിയിട്ടില്ല. ഏതായാലും ഇതിൻ്റെ ഉത്തരം നമുക്ക് അതിന് കണ്ടെത്താൻ പറ്റും. അതിൽ പറയുന്നത് ഷിമാലിലേക്ക് യാത്ര പോകുന്ന ഒരാളെക്കുറിച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു നോവൽ മൗസിമുൽ ഹിജറത്തി ഇല ഷിമാൽ എന്ന് പറയുന്ന നോവൽ, അതിലെ ഹീറോ ആരാണെന്ന് വെച്ചാൽ ബത്തലാണ് ഹീറോ. അപ്പോൾ നോവലുകളിലൊക്കെ ഓരോ ഹീറോകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഹീറോ ആരാണ്, അദ്ദേഹം എങ്ങോട്ടാണ് അദ്ദേഹം യാത്ര പോയത് എന്നാണ് ചോദ്യം. അതിൽ ആ ചാപ്റ്ററിൽ പറയുന്ന ഹീറോ എന്ന് പറയുന്നത് മുസ്തഫ സയ്യിദ് എന്ന് പേരുള്ള ആളാണ്. അദ്ദേഹം പോയത് സാഫർ ഇല ഷിമാലി, വടക്കു ഭാഗത്തേക്കാണ് പോയത്. ബിത്തിജായിൽ കാഹിറ, കെയ്റോയുടെ ഭാഗത്തേക്ക്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂട്ടിക്കൊടുക്കാൻ പറ്റും, സുമ്മ ഇല ഉറൂബ എന്നും കൂട്ടിക്കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജന്മനാട്ടിൽ നിന്ന് കെയ്റോയിലേക്ക് പോകുന്നുണ്ട്, പിന്നീട് അദ്ദേഹം യൂറോപ്യൻ നാടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് സുമ്മ ഇല ഉറൂബ എന്നും വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.
14 കഴിഞ്ഞു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻസിലുള്ളത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബയ്യിൻ അൻ അഹമ്മിയത്തിൽ ആത്തിഫത്തി ഫിൽ അദബി. ഇതാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പിന്നെ മുകളിലൊരു ക്വസ്റ്റ്യൻസിൽ ഈ ആത്തിഫത്തിനെ കുറിച്ച് പരാമർശം വന്നിരുന്നല്ലോ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. ഇത് ഈ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 164, 165 പേജുകളിൽ ആണുള്ളത് കേട്ടോ. അതിൻ്റെ മുമ്പത്തേത് 10ാമത്തെ പേജിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇപ്പോൾ പറയുന്ന 15ാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം 22ാമത്തെ പേജിലുണ്ട്. ആ ഭാഗം നോക്കിയാൽ മതി. അപ്പോൾ അതിൽ പിന്നെ ആത്തിഫത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് ഇപ്പോൾ ഈ പിന്നെ ഇമോഷണലായിട്ടുള്ള നമ്മൾ അദബിൻ്റെ അനാസുറുകളിൽപ്പെട്ട ഒന്നാണ് ഇമോഷൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് അപ്പോൾ അതിൽ പറയുന്നത്, കുല്ലമാ കാനൻ നസ്സുൽ അദബിയു മലി അൻ ബി ഹറാറത്തിൽ ആത്തിഫത്തി അസ്സറഫിൽ ഖാരി വസാമിഇ. എപ്പോഴൊക്കെ ഒരു സാഹിത്യപരമായിട്ടുള്ള ലിറ്റററി ടെക്സ്റ്റ് എപ്പോഴെല്ലാം ആകുന്നുവോ, മലി അൻ നിറഞ്ഞതാകുന്നുവോ, ബിഹറാറത്തിൽ ആത്തിഫത്തി നമ്മുടെ ഈ ഇമോഷണലിൻ്റെ ചൂട് കൊണ്ട് നിറഞ്ഞതാകുന്നുവോ, അസ്സറഫിൻ ഖാരി വസാമിഇ അത് വായനക്കാരെയും ഓഡിയൻസിനെയും വളരെയധികം എന്തെയും സ്വാധീനിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ചവരാണെങ്കിൽ അത് വായിക്കുന്ന സമയത്ത് തന്നെ ഹിറ്റ്ലറുടെ കിരാതമായ ചെയ്തികളൊക്കെ നമ്മളെ അതിൽ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വളരെ എന്താ പറയണ്ട ഇമോഷണലായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്കൊരിക്കലും ആ വാക്കുകൾ മറന്നു പോകാനിടയില്ല. തൊട്ട് മുമ്പ് നമ്മൾ ഈ മോഡേൺ പ്രോസിൽ തന്നെ പഠിച്ച സിനായത്തുൽ മൗത്തി ഫി സൂറിയ എന്നൊക്കെ പറയുന്ന അതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാകുന്നത്, ഒരു വല്ലാത്തൊരു ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എഴുത്തുകാരനെയും വായനക്കാരനെയും ഓഡിയൻസിനെയൊക്കെ പിടിച്ചിരുത്തുന്നതിൽ വലിയൊരു പങ്കുള്ളത് ഇമോഷൻസാണ്. അപ്പോൾ ഇമോഷൻസ് എന്ത് ചെയ്യും, സാഹിത്യകാരന്മാർ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു 2ാമത്തെ പാർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് വളരെ വൈകാതെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.